സ്റ്റാർട്ട് ചെയ്യല്ലേ? ഹലോ. സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് +2-ലെ 8th ചാപ്റ്റർ ആകുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ നമ്മൾ ഷോർട്ടായിട്ട് നമ്മൾ EM വേവ്സ് എന്ന് കൂടി വിളിക്കാറുണ്ട്. ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം തന്നെ നമ്മൾ പരിചയപ്പെടേണ്ട ഒന്നാണ് കണ്ടക്ഷൻ കറന്റും ഡിസ്പ്ലേസ്മെന്റ് കറന്റും. ആദ്യം നമുക്ക് കണ്ടക്ഷൻ കറന്റ് എന്താണെന്ന് നോക്കാം. കണ്ടക്ഷൻ കറന്റ് നമുക്ക് അറിയാവുന്ന ഒരു വസ്തുവാണ് കണ്ടക്ഷൻ കറന്റ് എന്ന് പറയുന്നത്. എന്താണെന്നറിയോ? നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഇന്നേ വരെ പഠിച്ചു പോന്നിട്ടുള്ള കറന്റ് ഉണ്ടല്ലോ, ദാറ്റ് മീൻസ് ഫ്ലോ ഓഫ് ചാർജസ് ഒരു കണ്ടക്ടറിലൂടെ ചാർജസ് ഫ്ലോ ചെയ്യുന്നത് കാരണമായിട്ട് അതിലൂടെ ഒഴുകുന്ന കറന്റ്, അതിനെയാണ് നമ്മൾ കണ്ടക്ഷൻ കറന്റ് എന്ന് പറയുന്നത്. എന്താണ്? ദ കറന്റ് ക്യാരിഡ് ബൈ കണ്ടക്ടേഴ്സ് ഡ്യൂ ടു ഫ്ലോ ഓഫ് ചാർജസ് ഈസ് കോൾഡ് കണ്ടക്ഷൻ കറന്റ്. ചാർജസ് ഫ്ലോ ചെയ്യുന്നത് കാരണമായിട്ട് നമുക്കറിയാം അല്ലെ, ഇലക്ട്രോൺസിന്റെ ഫ്ലോ കാരണമായിട്ട് ഒരു കണ്ടക്ടറിലൂടെ കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കറന്റിനെയാണ് നമ്മൾ കണ്ടക്ഷൻ കറന്റ് എന്ന് പറയുന്നത്. സാധാരണ നമുക്കറിയാവുന്ന കറന്റ് അല്ലെ, അതിനെയാണ് നമ്മൾ കണ്ടക്ഷൻ കറന്റ് എന്ന് പറയുന്നത്. എന്നാൽ നമുക്കറിയാത്തൊരു കറന്റ് ഉണ്ട്, അതാണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ്. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ്? ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? ഈ കറന്റ് ഉണ്ടാകുന്നത് ഇപ്പൊ നമ്മുടെ സർക്യൂട്ടില് ഒരു ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫ്ലക്സ് കാരണമായിട്ട് ഒരു കറന്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്ന് പറയുന്നത്. എങ്ങനെയാവും ഒരു വേരി ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടാകുന്നത്? എങ്ങനെയാവും? ഇപ്പൊ ഇങ്ങോട്ട് നോക്കുക. ഇവിടെ ഞാനൊരു സർക്യൂട്ട് വരക്കുകയാണേ. സർക്യൂട്ടിലെ ഞാൻ ആദ്യം വരയ്ക്കുന്നത് ഒരു കപ്പാസിറ്റർ ആണ്. ഓക്കെ, ഇതെന്താണ്? ഒരു കപ്പാസിറ്റർ ആണ്. ഈ കപ്പാസിറ്ററിൽ നിന്ന് ഞാനൊരു ബാറ്ററി വരക്കുന്നു, പിന്നെ ഒരു സ്വിച്ച് വരക്കുന്നുണ്ട്. ഓക്കെ, സ്വിച്ച് വരച്ചിട്ട് ഓക്കെ, ഇങ്ങനെ ഒരു സർക്യൂട്ടാണ്. ഓക്കെ, ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഒരു ബാറ്ററി ഉണ്ട്, നമുക്കൊരു സ്വിച്ച് കാണാം. ഇങ്ങനെ ഒരു സർക്യൂട്ട്. ഈ സർക്യൂട്ടിൽ നമ്മൾ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്കറിയാം കപ്പാസിറ്ററിൽ എങ്ങനെയാവും. നമ്മൾ ഒരു DC ആണെന്നുണ്ടെങ്കിൽ ഒരു ആ, ഇവിടെ ഇവിടെ സാധാരണ നമ്മുടെ ഈ സർക്യൂട്ടിലുള്ളത് എന്താണ്? ഒരു ബാറ്ററി ആണ് അല്ലേ. ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ ഇതിനെ ഒരു എ സി സോഴ്സ് കൊടുക്കുകയാണെന്ന് വിചാരിക്കും. ഓക്കെ, ഞാൻ ബാറ്ററി റിമൂവ് ചെയ്തിട്ട് നമുക്കിവിടെ വരേണ്ടത്, നമുക്ക് വേരിയിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു എ സി സോഴ്സ് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നം- ഒരു AC സോഴ്സ് വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ സർക്യൂട്ടിൽ ഒരു വേരിയിങ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നമ്മൾ ബാറ്ററി കൊടുക്കുന്നതിന് പകരമായിട്ട് ഞാനിവിടെ ഒരു AC സോഴ്സ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക, നമ്മൾ ഇങ്ങനെ ഒരു സർക്യൂട്ട് എടുത്തിട്ട് അതിൽ നമ്മളൊരു AC സോഴ്സ് കൊടുക്കുന്നു. AC സോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ AC സോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? അൾട്ടർനേറ്റിംഗ് കറന്റ് ആണല്ലേ. കറന്റ് വരും പോകും അല്ലെ. അങ്ങനെ ഒരു അൾട്ടർനേറ്റിംഗ് കറന്റ് ആയിരിക്കും AC സോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയാകുമ്പോൾ കറന്റ് ഇതിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കപ്പാസിറ്റർ ചാർജ് ആകും. കപ്പാസിറ്ററിന്റെ രണ്ട് പ്ലേറ്റ്സിനിടയിൽ എന്ത് ഫോം ചെയ്യും? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഫോം ചെയ്യും കപ്പാസിറ്റർ ചാർജ് ആകുമ്പോൾ. പിന്നെ അൾട്ടർനേറ്റിംഗ് കറന്റ് ആണല്ലേ, കറന്റ് വരും പോകും. പിന്നെ പോകുമ്പോൾ എന്ത് ചെയ്യും? ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? അത് കപ്പാസിറ്റർ അൺചാർജ് ചെയ്യപ്പെടുകയും ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാണ്ടാവും ചെയ്യും.
അല്ലെ? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയിങ് ആയി ഇലക്ട്രിക് ഫീൽഡ് വരും പോകും. കപ്പാസിറ്ററിന്റെ പ്ലേറ്റ്സിന്റെ ഇടയിൽ ഇലക്ട്രിക് ഫീൽഡ് വരും പോകും വരും പോകും. അങ്ങനെ ഒരു വേരിയിങ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫ്ലെക്സ് ആണ് ഇവിടെ കപ്പാസിറ്ററിന്റെ ഇടയിൽ ഉണ്ടാവുക. ഓക്കെ, സോ അവിടെയാണ് നമ്മൾ പറഞ്ഞത് അങ്ങനെ ഒരു വേരിയിങ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫ്ലെക്സ് കാരണമായിട്ട് അവിടെ ഉണ്ടാകുന്ന കറന്റാണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കാം, ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ ഈ കപ്പാസിറ്ററിന്റെ ഇടയിൽ എന്തുണ്ടായിരിക്കും? കപ്പാസിറ്ററിന്റെ ഇടയിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഉണ്ടായിരിക്കും. കണ്ടോ, ഇവിടെ ഈ കപ്പാസിറ്ററിന്റെ ഇടയിലായിട്ട് എന്തുണ്ടായിരിക്കും? ഞാൻ ഇവിടെ ആ ഇടയിലാണ് ശരിക്കും ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഉണ്ടാവേണ്ടത്. പക്ഷെ അവിടെ എനിക്ക് എന്താണ് എഴുതാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണമായിട്ട് ഞാൻ പുറത്തായിട്ട് എഴുതുന്നുണ്ട്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഇടയിൽ പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ID എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്താ പറഞ്ഞത്? നമ്മളൊരു AC സോഴ്സ് നമ്മളൊരു സർക്യൂട്ടിൽ നമ്മൾ കൊടുക്കുമ്പോൾ, DC സോഴ്സ് കൊടുക്കുമ്പോൾ അൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമോ? വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമോ? ഇല്ല, അല്ലെ? കാരണം DC സോഴ്സ് ആവുന്ന സമയത്ത് സദാ ആ സർക്യൂട്ടിലൂടെ എന്ത് ഒഴുകുന്നുണ്ട്? കറന്റ് ഒഴുകുന്നുണ്ട്, അല്ലെ? പിന്നെ എന്താണ് കപ്പാസിറ്ററിന്റെ ഇടയിലും എന്തുണ്ടാകുന്നില്ല? ഒരു വേരിയിങ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടാവില്ല, അല്ലെ? നമ്മൾ AC സോഴ്സ് കൊടുക്കുമ്പോഴാണ് അവിടെ ആൾട്ടർനേറ്റിംഗ് ആയിട്ട് എന്ത് ചെയ്യണത്? കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു, ചാർജ് ചെയ്യാതിരിക്കുന്നു, ചാർജ് ചെയ്യുന്നു, ചാർജ് ചെയ്യുമ്പോഴാണ് അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നത്. ചാർജ് ചെയ്യാതിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് പോകും. അപ്പോഴാണ് അവിടെ ഒരു വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു AC സോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അവിടെ ഒരു കപ്പാസിറ്ററിന്റെ പ്ലേറ്റ്സിന്റെ ഇടയിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് മുഖാന്തരം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു സർക്യൂട്ടില് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഉണ്ടാകുന്നത്. എവിടെയാണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഉണ്ടാകുന്നത്? ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞ പോലെ കപ്പാസിറ്ററിന്റെ പ്ലേറ്റ്സിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് വേരി ചെയ്യുന്നത് കാരണമായിട്ടുണ്ടാകുന്ന ഒരു കറന്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒന്നും കൂടി ഒന്ന് നോക്കി നോക്കാം. അതിന്റെ ഡെഫിനേഷൻ, ഡിസ്പ്ലേസ്മെന്റ് കറന്റിന്റെ ഡെഫിനേഷൻ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം. എന്താണ് പറയുന്നത്? ദ കറന്റ് ഡ്യൂ ടു എ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഓർ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ്. അല്ലെ? ഒരു വേരിയിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു കറന്റ് ആണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കറന്റിന്റെ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ID ഈസ് ഈക്വൽ ടു ε0 dφe/dt. അല്ലെ? നമ്മൾ പറഞ്ഞു വേരിയിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കൊണ്ടാണ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെന്റ് കറന്റിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ID ഈസ് ഈക്വൽ ടു ε0 dφe/dt ആണ്. ഓക്കെ, ഫൈ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ് ആണ്, അല്ലെ? അപ്പൊ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. ഫൈ എന്ന് പറയുന്നത് എന്താണ്? ഫൈ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്താണെന്ന് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. കണ്ടക്ഷൻ കറന്റ് എന്ന് പറയുന്നത് സാധാ കറന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിൽ ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുന്നത് കൊണ്ട് ടൈമിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ആ ഒരു വേരിയിങ് ഇലക്ട്രിക് ഫീൽഡിൽ നിന്നുണ്ടാകുന്ന ഒരു കറന്റ് ആണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്ന് പറയുന്നത്. അത് ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു കപ്പാസിറ്ററിന്റെ പ്ലേറ്റ്സിന്റെ ഇടയിൽ, അല്ലെ? നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഡിസ്പ്ലേസ്മെന്റ് കറന്റിന്റെ ഈ ഒരു എക്സ്പ്രഷന് എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. നമ്മൾ പറഞ്ഞു ID ഈസ് ഈക്വൽ ടു ε0 dφe/dt എന്ന് പറയുന്നതാണ് നമ്മളുടെ ഡിസ്പ്ലേസ്മെന്റ് കറന്റിന്റെ എക്സ്പ്രഷൻ. ആ ഒരു എക്സ്പ്രഷൻ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ, അല്ലെ? നമ്മുടെ +2 ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ് ഗോസസ് തിയറം. ഗോസസ് തിയറം പ്രകാരം
ഫൈ ഇ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 ആണ്. ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ഇ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഭാഗത്ത് എന്ത് ചെയ്യാം, ഡെറിവേഷൻ കാണാം. ഓക്കെ, ഡെറിവേഷൻ എടുത്തു കഴിഞ്ഞാൽ ഡി ഫൈ ഇ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 1/ε0 ഡി ക്യൂ ബൈ ഡി ടി എന്ന് നമുക്ക് എഴുതാം. ഇല്ലേ, രണ്ട് പ്ലേസിലും നമ്മൾ ഈക്വൽ ടുവിന്റെ രണ്ട് സൈഡിലും നമ്മൾ ഡെറിവേഷൻ എടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും അല്ലെ, രണ്ടാമത്തെ സ്റ്റെപ്പ് പോലെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റൈറ്റ് സൈഡിലുള്ളതിനെ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. ഡി ക്യൂ ബൈ ഡി ടിയെ മാത്രം നമ്മളൊരു സൈഡിലോട്ട് ഇടുകയാണ്. അപ്പൊ നമുക്ക് ഡി ക്യൂ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ε0 ഡി ഫൈ ഇ ബൈ ഡി ടി എന്ന് കിട്ടും. ഓക്കെ, ε0നെ നമ്മൾ എന്ത് ചെയ്തു, ഈക്വൽ ടുവിനെ മറ്റേ സൈഡിലോട്ട് കൊണ്ടുപോവാണ് തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഡി ക്യൂ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ε0 ഡി ഫൈ ഇ ബൈ ഡി ടി എന്ന് കിട്ടുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, എന്താണ് ഡി ക്യൂ ബൈ ഡി ടി? ടൈമിനനുസരിച്ച് ചാർജ് വേരി ചെയ്യുന്നത് എന്താണ്? എന്താണ്? നമുക്കറിയാം, കറന്റ് ആണല്ലേ. ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറയുന്നത് എന്താണ്? കറന്റ് ആണ്. ഓക്കെ, സോ ഇവിടെയുള്ള കറന്റ് നമ്മൾ എടുക്കുന്നത് ഇവിടെ പിന്നെ ഡി ഫൈ ഇ ബൈ ടി നമ്മൾ ഡി ഫൈ ഇ ബൈ ടി ടി നമ്മൾ അതുപോലെ തന്നെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, സോ നമുക്കറിയാം ഇലക്ട്രിക് ഫ്ലക്സ് അല്ലെ, ഡി ഫൈ ഇ ബൈ ഡി ടി എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് അവിടെ വേരി ചെയ്യാണ്. അപ്പൊ ഇലക്ട്രിക് ഫ്ലക്സ് വേരി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറന്റ് ഏതാണ്? അത് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ആണ് അല്ലെ. സോ അതുകൊണ്ട് ഇവിടെയുള്ള ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറയുന്നത് നമുക്ക് ഐ ഡി ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്ന് കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി ഇപ്പോ? ഇങ്ങനെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കറന്റിന്റെ എക്സ്പ്രഷൻ ആണ് ഇവിടെ കിട്ടുന്നത്. എന്ത് എക്സ്പ്രഷൻ കിട്ടിയത്? ഐ ഡി ഈസ് ഈക്വൽ ടു ε0 ഡി ഫൈ ഇ ബൈ ഡി ടി എന്ന് പറയുന്ന എക്സ്പ്രഷൻ നമുക്ക് ഗോസസ് തിയറത്തിൽ നിന്നാണ് നമ്മളിവിടെ കണ്ടെത്തുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് the expression of displacement current? ID is equal to ε0 d phi e by dt. ഓക്കെ, ഇനി നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള ഒരു ലോയാണ് ആംപിയർ സർക്യൂട്ടൽ ലോ. എന്താണ് ആംപിയർ സർക്യൂട്ടൽ ലോ? ആംപിയർ സർക്യൂട്ടൽ ലോ പ്രകാരം നമുക്കറിയാം, നമുക്ക് അവിടെ കിട്ടിയ ഒരു ഇക്വേഷൻ ആയിരുന്നു ക്ലോസ്ഡ് ഇന്റർവൽ ബി ഡോട്ട് ടി എൽ ഈസ് ഈക്വൽ ടു μ0 I. എന്താണ് ക്ലോസ്ഡ് ഇന്റർവൽ ബി ഡോട്ട് ടി എൽ ഈസ് ഈക്വൽ ടു μ0 I? ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഇക്വേഷനിൽ I എന്ന് പറയുന്നത് അത് കണ്ടക്ഷൻ കറന്റ് ആണ് ആക്ച്വലി. ഓക്കെ, ഇവിടെയുള്ള ഈ ഒരു ഇക്വേഷനിലുള്ള കറന്റ്, ഈ ഒരു കറന്റ് ഉണ്ടല്ലോ, അത് ആക്ച്വലി കണ്ടക്ഷൻ കറന്റ് ആണ്, ഐ സി ആണത്. ഓക്കെ, അത് കണ്ടക്ഷൻ കറന്റ് ആണ്, ഐ സി ആണ്. ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു ഒരു സർക്യൂട്ടിൽ വെറും കണ്ടക്ഷൻ കറന്റ് മാത്രമാണോ ഉള്ളത്? ആണോ? ഒരു സർക്യൂട്ടിൽ വെറും കണ്ടക്ഷൻ കറന്റ് മാത്രമാണോ ഫ്ലോ ചെയ്യപ്പെടുന്നതെന്ന്? ആണോ? അല്ല അല്ലേ. നമ്മൾ കണ്ടു ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്ന് പറയുന്ന ഒരു കറന്റ് കൂടി ഒരു സർക്യൂട്ടിൽ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആംപിയർ സർക്യൂട്ടൽ ലോ എന്ന് പറയുന്ന ഈ ഒരു ലോയില് നമ്മൾ പഠിച്ച ഈ ഒരു എക്സ്പ്രഷനിൽ ഇവിടെ ആകെ കൺസിഡർ ചെയ്തിട്ടുള്ളത് കണ്ടക്ഷൻ കറന്റിനെ മാത്രമാണ്. അപ്പൊ അതിനാൽ തന്നെ ഈ ഒരു ഇക്വേഷൻ അത് ഇൻകൺസിസ്റ്റന്റ് ആണെന്ന് നമുക്ക് പറയാം. ഇത് കറക്റ്റ് അല്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സ്പ്രഷനെ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം? ഈ ഒരു ആംപിയർ സർക്യൂട്ടൽ ലോയുടെ ഈ ഒരു ഇക്വേഷനെ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം? ഈ ആംപിയർ സർക്യൂട്ടൽ ലോയുടെ ഈ ഒരു ഇക്വേഷനെ പിന്നെ കറക്റ്റ് ചെയ്ത മഹാനായിട്ടുള്ള സയന്റിസ്റ്റ് ആണ് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ. ഇദ്ദേഹമാണ്
ഇങ്ങനെ ഒരു കണ്ടക്ഷൻ കറന്റ് മാത്രമല്ല ഒരു സർക്യൂട്ടിലൂടെ ഒഴുകുന്നത്, വേറെ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്ന് പറയുന്ന ഒരു കറന്റ് കൂടി ഒരു സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് കണ്ടെത്തിയ സയന്റിസ്റ്റ് ആണ് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ. അതിനാൽ തന്നെ ഇദ്ദേഹം തന്നെയാണ് പിന്നീട് ആംബിയർ സർക്യൂട്ടൽ ലോയുടെ ആ ഒരു ഇക്വേഷനെ കറക്റ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോ പറഞ്ഞ പോലെ ഇദ്ദേഹമാണ് എന്ത് പറഞ്ഞത്, ടോട്ടൽ കറന്റ് എന്ന് പറയുന്നത്, ഒരു സർക്യൂട്ടിലൂടെ ഒഴുകുന്ന ടോട്ടൽ കറന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു കണ്ടക്ഷൻ കറന്റ് പ്ലസ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ആണ് എന്ന് പറഞ്ഞത് മാക്സ്വെൽ ആണ്. ഓക്കെ, എന്താണ് ഒരു സർക്യൂട്ടിലൂടെയുള്ള ടോട്ടൽ കറന്റ് എന്ന് പറയുന്നത്, അത് കണ്ടക്ഷൻ കറന്റ് പ്ലസ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ആണ്. അല്ലാതെ വെറും കണ്ടക്ഷൻ കറന്റ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇതാണ് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഐ ഈസ് ഈക്വൽ ടു ഐ സി പ്ലസ് എപ്സിലോൺ 0 d∅e/dt എന്ന് നമുക്ക് പറയാം. ഐ എന്ന് പറയുന്നത് ടോട്ടൽ കറന്റ് ആണ്, ഐ സി എന്ന് പറയുന്നത് കണ്ടക്ഷൻ കറന്റ് ആണ്. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് കറന്റിന്റെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എപ്സിലോൺ 0 d∅e/dt ആണ്. സോ ഇങ്ങനെ കണ്ടക്ഷൻ കറന്റും ഡിസ്പ്ലേസ്മെന്റ് കറന്റും ആഡപ്പ് ചെയ്ത് കിട്ടുന്നതാണ്, ഇതാണ് ആക്ച്വലി ആ ഒരു സർക്യൂട്ടിലൂടെ ഒഴുകുന്ന ടോട്ടൽ കറന്റ് എന്ന് പറയുന്നത്. കണ്ടക്ഷൻ കറന്റ് പ്ലസ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കറന്റ് ഇൻ എ സർക്യൂട്ട്. ഓക്കെ, ഇതാണ് മാക്സ്വെൽ പറഞ്ഞത്. അപ്പൊ അതിനാൽ തന്നെ അദ്ദേഹം പിന്നീട് എന്ത് ചെയ്തു, അദ്ദേഹം ഈ ആംബിയർ സർക്യൂട്ടൽ ലോയുടെ ഈ ഒരു ഇക്വേഷനെ മാക്സ്വെല് കറക്റ്റ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, സോ മാക്സ്വെൽസ് കറക്ഷൻ ഇൻ ആംബിയർ സർക്യൂട്ടൽ ലോ. മാക്സ്വെൽ എങ്ങനെയാണ് ആംബിയർ സർക്യൂട്ടൽ ലോനെ കറക്റ്റ് ചെയ്തത്? ഒന്നുമില്ല, അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു ഇക്വേഷൻ എന്തായിരുന്നു, ഇക്വേഷൻ ക്ലോസ്ഡ് ഇന്റർവൽ B/T_L ഈസ് ഈക്വൽ ടു μ0I എന്നാണ് ഇക്വേഷൻ. ഇവിടെ ഐ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഈ ഒരു ഇക്വേഷനിൽ വെറും IC ആയിട്ടാണ്, കണ്ടക്ഷൻ കറന്റ് ആയിട്ടാണ് ഐനെ കണ്ടിരുന്നത്. മാക്സ്വെൽ എന്ത് ചെയ്തു, ആ ഒരു ഐക്ക് പകരമായിട്ട് എന്ത് ചെയ്തു, ടോട്ടൽ കറന്റ് അല്ലെ, ടോട്ടൽ കറന്റ് എന്ന് പറയുന്നത് അവിടെ അദ്ദേഹം IC പ്ലസ് ID എന്നെടുത്തു. കാരണം എന്താണ്, അതുവരെ വിചാരിച്ചിരുന്നത് എല്ലാവരും കണ്ടക്ഷൻ കറന്റ് മാത്രമാണെന്നാണ്, ഒരു സർക്യൂട്ടിലൂടെയുള്ള ടോട്ടൽ കറന്റ് എന്ന് പറയുന്ന കണ്ടക്ഷൻ കറന്റ് മാത്രമെന്ന് വിചാരിച്ചിരുന്നത്. മാക്സ്വെൽ ആണ് കണ്ടെത്തിയത് കണ്ടക്ഷൻ കറന്റ് മാത്രമല്ല ഡിസ്പ്ലേസ്മെന്റ് കറന്റും കൂടി ഉണ്ട്. അപ്പൊ അതിനാൽ തന്നെ ഐയുടെ പ്ലേസിൽ മാക്സ്വെൽ എന്ത് ചെയ്തു, IC പ്ലസ് ID കണ്ടക്ഷൻ കറന്റ് പ്ലസ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ മാക്സ്വെല് ആ ഒരു ആംബിയർ സർക്യൂട്ടൽ ലോയുടെ ആ ഒരു ഇക്വേഷനെ കറക്റ്റ് ചെയ്യാണ് ചെയ്തത്. എന്താണ് അപ്പൊ മാക്സ്വെൽസ് കറക്ഷൻ ആംബിയർ സർക്യൂട്ടൽ ലോ എന്ന് പറയുമ്പോൾ, ക്ലോസ്ഡ് ഇന്റർവൽ B/T_L ഈസ് ഈക്വൽ ടു μ0 IC പ്ലസ് ID ആണ് മാക്സ്വെൽസ് കറക്ഷൻ ആംബിയർ സർക്യൂട്ടൽ ലോ. ഇവിടെ ID എന്ന് പറയുന്നത് എന്താണ് അല്ലെ, ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ആണ്. അതിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, ID ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 d∅e/dt ആണ്. ഓക്കെ, സോ ഇങ്ങനെ മാക്സ്വെല് ഈ ഒരു ആംബിയർ സർക്യൂട്ടൽ ലോനെ കറക്റ്റ് ചെയ്തതിനു ശേഷം പിന്നീട് ഇപ്പൊ മുകളിലുള്ള ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ക്ലോസ്ഡ് ഇന്റർവൽ B/T_L ഈസ് ഈക്വൽ ടു μ0 IC പ്ലസ് ID എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനെ പിന്നീട് വിളിക്കുന്നത് ആംബിയർ മാക്സ്വെൽ ലോ എന്നാണ്. എന്താണ്, ആംബിയർ മാക്സ്വെൽ ലോ എന്നാണ് ഈ ഒരു ഇക്വേഷനെ പിന്നീട് വിളിക്കുന്നത്. ഓക്കെ, മാക്സ്വെൽ അപ്പൊ എന്താണ് മാക്സ്വെൽ ഇവിടെ ചെയ്തത് ഒന്നുകൂടി പറയാണ്. മാക്സ്വെൽ എന്താ ചെയ്തത്, ആംബിയർ സർക്യൂട്ടൽ ലോ ഉണ്ടായിരുന്നു, അതിന്റെ ഇക്വേഷനിൽ വെറും കൺസിഡർ ചെയ്തത് കണ്ടക്ഷൻ കറന്റിനെ ആയിരുന്നു. മാക്സ്വെൽ അതിനെ കറക്റ്റ് ചെയ്തിട്ട് കണ്ടക്ഷൻ കറന്റ് മാത്രമല്ല ഒരു സർക്യൂട്ടിലുള്ളത്, മറിച്ച് കണ്ടക്ഷൻ കറന്റ് പ്ലസ് എന്തും കൂടി ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് കറന്റും കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക് അല്ലെ, ഞാൻ ആ സർക്യൂട്ടില് ഡ്രോ ചെയ്തിട്ട് കാണിച്ചു തന്നു എവിടെയാണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്തുകൊണ്ട് ഉണ്ടാകുന്നു നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ മാക്സ്വെൽ ഇതാണ് പറഞ്ഞത്, വെറും കണ്ടക്ഷൻ കറന്റ് മാത്രമല്ല ഡിസ്പ്ലേസ്മെന്റ് കറന്റും കൂടി ഉണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് അയാൾ IC പ്ലസ് ID ആണ് ഐക്ക് പകരമായിട്ട് അവിടെ എടുത്തിട്ട് അങ്ങനെയാണ് അദ്ദേഹം കറക്റ്റ് ചെയ്തത്. അങ്ങനെ ഈ ആംബിയർ സർക്യൂട്ടൽ ലോനെ മാക്സ്വെൽ കറക്റ്റ് ചെയ്തതിനു ശേഷം കിട്ടുന്ന ഈ ക്ലോസ്ഡ് ഇന്റർവൽ B/T_L ഈസ് ഈക്വൽ ടു μ0 IC പ്ലസ് ID എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനെ പിന്നീട് ഈ ഒരു ആംബിയർ സർക്യൂട്ടൽ ലോനെ പിന്നെ വിളിച്ചത് എന്താണ്,
ആംബിയർ മാക്സ്വെൽ ലോ എന്നാണ്. എന്താണ്? ആംബിയർ മാക്സ്വെൽ ലോ എന്നാണ് പിന്നീട് വിളിച്ചത്. ഓക്കെ, ആംബിയർ മാക്സ്വെൽ ലോ. ഇനി നമ്മുടെ ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, വേവ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇക്വേഷൻസ് ആണ് ഈ തന്നിട്ടുള്ളത്. ഇതെന്തുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷൻസ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലോട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് സഹായിച്ച 4 ഇക്വേഷൻസ് ആണ് ഇവ. ഈ ഇക്വേഷൻസിൽ നിന്നാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ടായത്. ഓക്കെ, സോ ഏതൊക്കെയാണ് ഈ ഒരു ഇക്വേഷൻസ്? ഈ 4 ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചതാണ്. ഇതിൽ അവസാനത്തെ ഇക്വേഷൻ ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചതാണ്. അതിന്റെ മുകളിൽ വരുന്ന ബാക്കി 3 ഇക്വേഷൻസും നമ്മൾ മുമ്പത്തെ ചാപ്റ്ററുകളിൽ, അല്ലെ, നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഫ്രണ്ടിലുള്ള ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻസ് ആണ്. സോ ഒന്നാമത്തേത് ഏതാണ്? ഗോസസ് ലോ ഫോർ ഇലക്ട്രിസിറ്റി. ക്ലോസ്ഡ് ഇന്റർവൽ E dot ds is equal to Q by epsilon 0. രണ്ടാമത്തേത് ഗോസസ് ലോ ഫോർ മാഗ്നറ്റിസം. ക്ലോസ്ഡ് ഇന്റർവൽ B dot ds is equal to 0. മൂന്നാമത്തേത് ഫാരഡേസ് ലോ. ക്ലോസ്ഡ് ഇന്റർവൽ E dot dl is equal to minus d5 by dt. പിന്നെ ലാസ്റ്റ് വരുന്നത് നമ്മൾ ഇപ്പൊ തൊട്ട് മുമ്പ് പഠിച്ച ആംബിയർ മാക്സ്വെൽ ലോ. എന്താണ്? ക്ലോസ്ഡ് ഇന്റർവൽ B dot dl is equal to mu 0 IC plus epsilon 0 d5 E by dt. ഓക്കെ, സോ ഈ 4 ഇക്വേഷൻസിൽ നിന്നാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് കണ്ടെത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന 4 ഇക്വേഷൻസ് ഇവയാണ്. അപ്പൊ അതിനാൽ തന്നെ ഈ ഇക്വേഷൻസിനെ വിളിക്കുന്നത്, ഈ 4 ഇക്വേഷൻസിനെയും കൂട്ടിയിട്ട് വിളിക്കുന്നത് നമ്മൾ മാക്സ്വെൽ ഇക്വേഷൻസ് എന്നാണ്. ഓക്കെ, മാക്സ്വെൽ ഇക്വേഷൻസ് എന്നാണ് ഈ 4 ഇക്വേഷൻസിനെ വിളിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിലൊരു വലിയ സംഭാവന ചെയ്ത സയന്റിസ്റ്റ് ആണ് മാക്സ്വെൽ, ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ, അദ്ദേഹമാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ സംഭാവന ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അതിനാൽ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലോട്ട് എത്തിക്കുന്ന ഈ 4 ഇക്വേഷൻസിനെയും മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്നാണ് വിളിക്കാറ്. ഓക്കെ, സോ മനസ്സിലാക്കുക, എക്സാമിന് മാക്സ്വെൽസ് ഇക്വേഷൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 എന്നുള്ളത് മനസ്സിലാക്കുക. ഏതൊക്കെയാണ്? ഗോസസ് ലോ ഫോർ ഇലക്ട്രിസിറ്റിയും, ഗോസസ് ലോ ഫോർ മാഗ്നറ്റിസവും, ഫാരഡേസ് ലോയും, ആംബിയർ മാക്സ്വെൽസ് ലോയും. ഓക്കെ, സോ ഈ 4 ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? മാക്സ്വെൽ ഇക്വേഷൻസ് എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ ഇതുവരെ നമ്മൾ പഠിച്ചത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എത്തുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഓക്കെ, ഈസിയാണ്, പക്ഷെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്നുള്ളത്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്നുള്ളത് ജസ്റ്റ് ഈ ഒരു പിക്ചറിൽ നിന്ന് തന്നെ വളരെ ക്ലിയർ ആണ്. നിങ്ങൾ നോക്കാം, ഈ മുകളിൽ തന്നിട്ടുള്ള പിക്ചർ നോക്കണം കേട്ടോ. ഈ പിക്ചർ നിങ്ങൾ നോക്കാം. ഈ പിക്ചറിൽ വയലറ്റ് കളറിലായിട്ട് കാണിച്ചിട്ടുള്ള ഒരു വേവ് ഉണ്ട്. അത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. എന്താണ്? വയലറ്റ് കളറിൽ കാണിച്ചിട്ടുള്ള ആ ഒരു സൈനോസോയിഡൽ വേവ്, ആ ഒരു സൈനോസോയിഡൽ വേരിയേഷൻ, അതെന്താണ്? അത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. പിന്നീട് ഒരു ഗ്രീൻ കളറിൽ കാണിക്കുന്ന ഒരു സൈനോസോയിഡൽ വേവ് ഉണ്ട്. അത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിലുള്ള അകത്ത് വരുന്ന ഈ 2 വേവുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ഈ 2 വേവുകളും പരസ്പരം
പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കണം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനകത്ത് ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഇടയിൽ ഒരു 90 ഡിഗ്രി ആംഗിൾ ഉണ്ടായിരിക്കണം. അവ രണ്ടും പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മാത്രമല്ല ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഏത് ഡയറക്ഷനിലാണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ആ ഡയറക്ഷന് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവും മാഗ്നറ്റിക് ഫീൽഡും ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എന്താവണം? പെർപെൻഡിക്കുലർ ആവും വേണം. ഒന്നും കൂടി പറയാണ്. എന്താ പറഞ്ഞ നമ്മള് ഇലക്ട്രോ മാഗ്നറ്റിക് വേവില് ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഉണ്ടാവില്ലേ? ഇവിടെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലോട്ടാണ്. സോ ആ ഒരു ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കണം ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും പ്രൊപ്പഗേഷന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഓക്കെ, സോ ഒരു കംപ്ലീറ്റ് ഒരു പെർപെൻഡിക്കുലർ ആയിരിക്കണം എല്ലാതും. ഓക്കെ, എന്താണ് നമ്മൾ പറഞ്ഞത്? ഒന്നുകൂടി ഞാൻ പറയാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി അതിനകത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനകത്ത് ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഇടയിൽ 90 ഡിഗ്രി ആംഗിൾ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവ രണ്ടും, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ അവ രണ്ടും പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അവ രണ്ടും പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. മാത്രമല്ല ഈ രണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ വരുന്ന ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് കൂടി പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഓക്കെ, ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആണല്ലേ? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. മാത്രമല്ല ഇതിന്റെ റൈറ്റ് സൈഡിലോട്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ആ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്, പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡും വരുന്നത്. സോ ഇതാണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊന്ന് ഈ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് ക്ലിയർ ആവും. ഓക്കെ, സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ചാർജ് ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഒരു ചാർജ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ആ ഒരു ചാർജ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഓസിലേറ്റിംഗ് ചാർജ് അല്ലെങ്കിൽ ആ ഒരു ആക്സിലറേറ്റഡ് ചാർജ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? EM വേവ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന്. ഓക്കെ, എന്താണ് നമ്മൾ പറഞ്ഞത്? ഒരു ഓസിലേറ്റിംഗ് ചാർജ് അല്ലെങ്കിൽ ഒരു ആക്സിലറേറ്റഡ് ചാർജ് അതിൽ നിന്നും ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളിപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, ആ ഒരു പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ പ്രത്യേകതകൾ, അങ്ങനെ ഓൾ അബൌട്ട് ദി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് റിലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. ഫുള്ള് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും എന്തിനാണ് ഇപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്താണെന്നൊക്കെ ഓക്കെ, പക്ഷേ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്തിനാണ് ഇപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പഠിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാകും. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്? ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇല്ലാതെ ഇന്ന് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒന്നും നടക്കില്ല എന്ന് പറയാം നമുക്ക്. ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ഫോൺ ഉണ്ടല്ലോ, നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ഫോണ് അല്ലെ, ഈ യൂസ് ചെയ്യുന്ന ഫോൺ ഇപ്പൊ നമ്മള് ടവർ അല്ലെ, ടവറിൽ നിന്നും നമ്മൾ ഈ റേഞ്ച് എന്ന് പറയുന്ന സംഭവം അല്ലെ, ടവറിൽ നിന്നും ഈ റേഞ്ച് നമ്മുടെ ഫോണിലോട്ട് എത്തുന്നത് എങ്ങനെയാണ്? അതൊരു EM വേവ് വഴിയാണ്. ഇപ്പോ ഓക്കെ, പിന്നെ ഒന്നും വേണ്ട, ഇപ്പൊ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന റിമോട്ട്, നമ്മൾ TV കാണുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന റിമോട്ട്, ആ റിമോട്ട് നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ
ടി വിക്ക് നേരെ ക്ലിക്ക് ചെയ്യുമ്പോൾ ചാനൽ അങ്ങനെ ചേഞ്ച് ആവും അല്ലെ? നമ്മൾ എന്താണോ ഏത് ബട്ടണാണോ ക്ലിക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് ടി വിയിൽ അങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പറയുമ്പോൾ എന്തെങ്കിലും വയറും കാര്യവും ഉണ്ടോ? ഒരു വയറും ഈ റിമോട്ടും ടിവിന്റെയും ഇടയിൽ ഒരു വയറുണ്ടോ? ഇല്ല. പക്ഷെ എങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ? നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് റിമോട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ടി വിയിൽ ചാനൽ ചേഞ്ച് ചെയ്യുന്നു, സൗണ്ട് കൂടുന്നു അല്ലെ? എല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ആ റിമോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇ എം വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഇ എം വേവ് എവിടെ എത്തുന്നുണ്ട്? ടി വിയിൽ എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ടി വി ചാനൽ ചേഞ്ച് ചെയ്യപ്പെടുന്നതും സൗണ്ട് കൂടുന്നതും ഒക്കെ. സോ അവിടെ ഒരു ഇ എം വേവ് ഉണ്ട്, മനസ്സിലാക്കുക. ഓക്കെ, സോ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ഒരു ഇ എം വേവിന്റെ ഉപയോഗങ്ങൾ ഇതാണ്. ഇങ്ങനെ ഇപ്പൊ നമ്മുടെ സാറ്റലൈറ്റ് അല്ലെ, നമ്മുടെ നമുക്കറിയാം സാറ്റലൈറ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ടി വിയിലുള്ള ചാനൽസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് സാറ്റലൈറ്റ് വഴിയാണ് അല്ലെ. അപ്പോൾ ഈ ഒരു ആ ഒരു പ്രോഗ്രാംസ് ഒക്കെ ഈ സാറ്റലൈറ്റിൽ നിന്നും നമ്മുടെ ടി വിയിലോട്ട്, ടി വിയുടെ അല്ലെ, നമ്മുടെ ആ ഒരു ഡിഷ് അല്ലെ അതിലോട്ട് എത്തുന്നത് എങ്ങനെയാണ്? അതൊരു ഇ എം വേവ് വഴിയാണ്. ഓക്കെ, സോ ഇങ്ങനെ എന്താ പറയാ, നമ്മുടെ ഇ എം വേവ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ഇ എം വേവ് ഇല്ലാതെ ഒന്നും നടക്കില്ല എന്ന് പറയാം നമ്മുടെ ഇന്നത്തെ കാലത്ത്. സോ ഇവിടെ ഒരു വലിയൊരു പങ്ക് തന്നെയുണ്ട് ഇ എം വേവിന്. ഓക്കെ, മനസ്സിലാക്കാം. ഓക്കെ, ഇ എം വേവ് എന്ന് പറയുമ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ലെങ്കിലും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഇ എം വേവ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു ഇ എം വേവ് സഹായിക്കുന്നത്? ഇ എം വേവ് എന്ന് പറയുന്നത് എന്താ പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ട്രാൻസ്പോർട്ട് എനർജി ത്രൂ എം ടി സ്പേസ് സ്റ്റോർഡ് ഇൻ ദ പ്രൊപ്പഗേറ്റിംഗ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. എന്താ പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉണ്ടല്ലോ, അതൊരു എം ടി സ്പേസിലൂടെ അതിന്റെ ഉള്ളിൽ എനർജി സ്റ്റോർ ചെയ്തുകൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഒരു എം ടി സ്പേസ് ആണ്, ഒന്നുമില്ലാത്തൊരു മീഡിയം ഒന്നുമില്ലാത്ത ഒരു എം ടി സ്പേസ് ആണ്. ആ ഒരു എം ടി സ്പേസ് ആണെങ്കിൽ കൂടി അതിലൂടെ ഒരു എനർജിയെ സ്റ്റോർ ചെയ്തുകൊണ്ട് എനർജിയെ സ്റ്റോർ ചെയ്ത് ആ ഒരു എം ടി സ്പേസിലൂടെ ആ ഒരു എനർജിയെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഒരു കഴിവ് അത് ഇ എം വേവിനുണ്ട്. അതിനകത്ത് ഏതിനകത്ത് ഒരു എം ടി സ്പേസ്, ഞാൻ പറയുമ്പോൾ ഒന്ന് മനസ്സിൽ വിചാരിക്കും കേട്ടോ. ഒരു എം ടി സ്പേസ്, ആ ഒരു എം ടി സ്പേസിലൂടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അതിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ ആ ഒരു എനർജിയെ സ്റ്റോർ ചെയ്തുകൊണ്ട് എനർജിയെ എം ടി സ്പേസിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യും. ആര്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, സോ യാതൊരുവിധ മീഡിയ അല്ലെങ്കിലും ഇ എം വേവിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അതിന്റെ ഉള്ളില് എനർജിയെ സ്റ്റോർ ചെയ്തിട്ട് ആ എനർജിയെ ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കാൻ ഇ എം വേവിന് സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇ എം വേവിന്റെ ഒരു ഇമ്പോർട്ടൻസും, അല്ലെങ്കിൽ ഇ എം വേവ് നമുക്ക് ഇത്രമാത്രം യൂസ്ഫുൾ ആകാനുള്ള കാരണവും. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ആദ്യം ഇ എം വേവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഇ എം വേവ്സിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. ഓക്കെ, അതൊക്കെയാണ് അത് എക്സാമിന് തീർച്ചയായിട്ടും വരുന്ന നമ്മുടെ എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വല്ലാണ്ട് മാർക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഏകദേശം ഒരു 3 മാർക്കോളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്, 3-4 മാർക്കാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഇപ്പൊ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ഇത്രയാണ് നമ്മൾ ഇ എം എമ്മിനെ കുറിച്ച് അറിയേണ്ടത്. ഇനി ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസും കാര്യങ്ങളും യൂസസും ഒക്കെ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ.